ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം തിരൂര് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുറ്റൂരിലുള്ള ഞങ്ങളുടെ മരുന്ന് കുടിച്ച് കുട്ടി ജനിച്ച ഒരു വീട്ടിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അവർ തന്നെ അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും. വന്ധ്യത ചികിത്സയിലെ തേൻ ചികിത്സ ഇന്നെല്ലാവർക്കും അറിയാം. ആ ഒരു ചികിത്സയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. ബാക്കി കാര്യം നമ്മുടെ സുഹൃത്തും അവിടെ ഭാര്യയും അവിടെ അനുഭവം പറയട്ടെ. എൻ്റെ പേര് ഷെലൂബ്, വളവന്നൂര് നരാല. എൻ്റെ ഭാര്യ വീട് ഇവിടെ തിരൂര് തെക്കൻകുറ്റൂര്. എൻ്റെ പേര് നസീല, ഹസ്ബൻഡ് ഷെലൂബ്. എൻ്റെ വീട് കുറ്റൂരാണ്. ഹമീദ് കുറ്റൂരിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഈ മരുന്നിനെ കുറിച്ച് കിട്ടിയത്. ഹമീദ് കുറ്റൂരാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ അയൽവാസി കൂടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ദുബായിൽ നിന്നാണ് അങ്ങനെ മരുന്ന് ഹമീദ് കുറ്റൂര് സുഹൃത്തിന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നു. അൽഹംദുലില്ലാ അങ്ങനെ ഡോക്ടറെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് കണ്ടു. അൽഹംദുലില്ലാ ഒരു കുഞ്ഞായി. 6 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഹമീദ് കുറ്റൂര് ഹമീദ് തന്ന മരുന്ന്, ആ മരുന്ന് ലോകം കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടെന്നറിയുന്നുണ്ട്. സന്തോഷം കൊണ്ട് മരുന്ന് തന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മള് ഹാപ്പി ആയത്. ഹമീദിനോടും ഡോക്ടറോടും എന്താ പറയണ്ടേന്ന് കൂടി അറിയില്ല നമുക്ക്. ഇത്രക്ക് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു സന്തോഷം, ഒരു കുഞ്ഞ്. വർഷങ്ങളോളം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേരുടെ ചോദ്യങ്ങളും ഒരുപാട് പ്രയാസങ്ങളും, അതിൻ്റെ ഇടയിൽ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായി തളർന്നിരിക്കുമ്പോഴാണ് ഹമീദ് കുറ്റൂര് എന്ന് പറയുന്ന ആ കാരുണ്യ മനസ്സ് 2 ബോട്ടിൽ മരുന്നെടുത്ത് കുലുക്കിക്കൊണ്ട്, ഈ മരുന്ന് എൻ്റെ സുഹൃത്തിനുള്ളതാണെന്ന് പറഞ്ഞപ്പം അത് ഏത് സുഹൃത്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. റാസൽ ഖൈമയിലുള്ള റാസൽ ഖൈമയിലുള്ള 3 സുഹൃത്തുക്കൾക്ക് കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. ഹമീദിന്റെ അല്ലേ സുഹൃത്തുക്കൾ? അത് നിങ്ങളുടെ സുഹൃത്തുക്കളാണോ? അല്ല, നിങ്ങൾ സുഹൃത്തുക്കളാണ്. അതില് 2 ബോട്ടിൽ ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ട്, ഒരു ബോട്ട് റാസൽ ഖൈമയിൽ എന്റെ ചങ്കിനുള്ളതാണ്, മറ്റേത് വേറൊരു ചങ്കിനുള്ളതാണ്. ഇനി ഇത് കുടിച്ച് തീർന്നിട്ട് അവൻ ഡോക്ടറെ പോയി നേരിട്ട് കാണും, എന്നിട്ട് ബാക്കിയുള്ളത് കുടിച്ചോട്ടെ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ നമ്മളെ ചങ്കിന് വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. മാഷാ അല്ലാഹ്, അള്ളാന്റെ ഒരു ഖൈർ എന്ന് പറയില്ല. അവർ 2 ബോട്ടിലാണ് ഓർഡർ ചെയ്തത്. അതിൽ ഒരു ബോട്ടലിന്റെ ഇത്രപോരം ഭാഗം കുടിച്ചതോട് കൂടിയിട്ട് അവനക്ക് അവന്റെ നിറവേറ്റി. മാഷാ അല്ലാഹ്, അള്ളാഹു ഖൈറാക്കട്ടെ, സ്വാലിയായ സന്താനമായ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ചെങ്കളെ. അപ്പൊ ഇത് ഞാൻ റാസൽ ഗെയിമിൽ നമ്മളെ ചങ്കുണ്ട്, അവനക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളത്. അവൻ ഇത് കഴിക്കട്ടെ, ബാക്കി അവൻ ഓർഡർ ചെയ്തോളൂ. ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് വേറൊരു ചങ്കിനുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി എന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് അവിടെ വീട്ടിൽ വരുന്നല്ലേ? അൽഹംദുലില്ലാ. മരുന്ന് കുടിച്ച് എത്ര ബോട്ടിൽ മരുന്ന് കുടിച്ചിട്ട്? ഞങ്ങൾ 2 ബോട്ടിൽ, 2 ബോട്ടിൽ കുടിച്ചു. അല്ല, ഞാൻ മാത്രം കുടിച്ചു. അതിനു മുമ്പ് ഒരുപാട് ചികിത്സ എന്തെങ്കിലും അനുഭവം? 6 വർഷം ഞങ്ങള് പല ഹോസ്പിറ്റലുകളും, കോഴിക്കോട്, എടപ്പാള്, കോട്ടക്കല്, പിന്നെ അരീക്കോട്, പല ഇംഗ്ലീഷ് മരുന്നായിട്ടോ ഹോമിയോ മരുന്നായിട്ടോ നാടൻ മരുന്നായിട്ടും പല മരുന്നും ഞങ്ങള് ഈ 6 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നും നമുക്കൊന്നും 2 മില്യൺ കൗണ്ടിന്റെ ഇത്ര കാലം മരുന്ന് കുടിച്ചിട്ടും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കൂടിയിട്ടില്ല, ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അത് കുടിച്ച് 2 മാസം കുടിച്ചിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ 3 മാസം കറക്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ആ 3-ാമത്തെ മാസം ആണ് പഠിച്ചോ ഞമ്മക്ക് അനുഗ്രഹം റമളാൻ ഫസ്റ്റില്. ഇപ്പൊ പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു 5 ദിവസം 6 ദിവസം 5ാമത്തെ ദിവസമാണ്. അപ്പൊ ആ കുഞ്ഞിനെ കാണാനുള്ള, ജനിച്ചപാടുള്ള ഒരു കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ തലോടാനൊക്കെ എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഡോക്ടറെ അടുത്തേക്ക് വന്നുവെച്ചാല് നമ്മളിപ്പോ സാധാ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടറെ അടുത്തേക്ക് പോണ പോലെ അല്ല ഡോക്ടറെ അടുത്തേക്ക് അങ്ങനെ വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഡോക്ടർ അങ്ങനെ ഒന്നുമല്ല. ഒക്കെ ഏറ്റവും സൗഹൃദമായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടും ഒക്കെ ആണ് ഞങ്ങൾക്ക് അന്ന് അവിടുന്ന് നല്ല റാഹത്തിലാണ് ഞങ്ങൾ അന്ന് അവിടുന്ന് പോകുന്നത് തന്നെ. അത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് വന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടായില്ല. മരുന്നിട്ട് ഞങ്ങൾ പോകുന്നേ. യാത്ര ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഒരു പ്രതീക്ഷ കിട്ടി അവിടെ സംസാരത്തിൽ. റാഹത്തായി.
ഇനിയിപ്പം ഈ 5-10 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരുപാട് പേര് ഇപ്പം ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയാണ്. അവരോടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഈ അനുഭവത്തിന്റെ ഇതിൽ വെളിച്ചത്തിൽ അവരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സന്ദേശം? 100% ഉറപ്പ് തരികയാണ്. അൻഫാൽ ഹെർബൽസ് എങ്ങനായാലും ഉപകാരം അത് 100% ഉറപ്പാണ്. പിന്നെ നമുക്കായിട്ട് ഒരു ശരീരത്തിലായാലും ഒരു സൈഡ് എഫക്റ്റും മരുന്ന് കൊണ്ട് ഉണ്ടാവണില്ല. ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത് ഡോക്ടർ. എന്താണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തതെന്ന് വീണ്ടും പറയുന്നു. നമ്മള് കൊറേ സുഹൃത്തുക്കൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് നമ്മളെ ശരീരം വെറുതെ കേട് വന്നിട്ട് നമുക്കൊരു കുട്ടി ജനിക്കും അള്ളാന്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അപ്പോത്തിന് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളും ഒക്കെ വന്നു പോകും. പക്ഷെ ഈ ഒരു അൻഫാൽ ഹെർബൽസ് എന്നുള്ള ഈ മരുന്ന് കുടിച്ചിട്ട് ഒരു സൈഡ് എഫക്റ്റും ശരീരത്തിനായാലും ഇനി മനസ്സിനായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഒന്നും നമുക്ക് ഇത്ര കാലമായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. ഞങ്ങളൊരു ഗ്യാരണ്ടിയാണ്. എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? കുടിച്ചതിന് ശേഷം എന്തോ ഒരു യുവത്വം തിരിച്ചു കിട്ടിയ പോലെ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു പ്രത്യേകമായ ഈ മരുന്ന് കുടിച്ചപ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഉന്മേഷം, കുറെ ഒരു മനസ്സിനൊരു സമാധാനമുള്ള ഒരു ബോഡി ഫ്രീ ആയി എന്നതിനർത്ഥം. ഒരു വിവാഹം കഴിഞ്ഞപാടുള്ള ഒരു ഹണിമൂണിൽ ഭയങ്കര ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ആളായിരുന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു ഇത് കണ്ടാൽ തന്നെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരുന്നു. ഈ ഒരു മരുന്ന് കുടിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു ശാന്തത ഹൃദയത്തിൽ കിട്ടിയെന്നാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. എങ്കിൽ അതിന് സാക്ഷി എനിക്ക് തോന്നുന്നത് ആ തേനീച്ചയുടെ ഒത്തൊരുമയാവും അല്ലേ? തേനീച്ചയുടെ ക്ഷമ. കാരണം ഒരുപാട് കൂട്ടിൽ തേന് കൊണ്ടുവരുമ്പോൾ എല്ലാ തേനീച്ചകളും ഒരേ റൂട്ടിൽ ക്ഷമയോട് കൂടി, പിന്നെ ആരും ചോദ്യം ചെയ്യാറില്ല, നീ എത്ര തേന് കൊണ്ടുവന്നു, നീ എന്താ കൊണ്ടുവന്നില്ല, നീ എന്താ ഇത്രയും കിലോമീറ്റർ പോയിക്കൊണ്ട്, അങ്ങനൊരു ചോദ്യം തേനീച്ചക്കൂട്ടിലില്ല. അപ്പം ആ ഒരു സന്തോഷം കൂടി തേനിൽ കൂടി മനസ്സിന് സമാധാനം കിട്ടിയെന്ന് പറഞ്ഞിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സന്തോഷം ആണ്.